ഭാരതീയ ജനതാ പാർട്ടി BJP സ്ഥാനാർത്ഥി സംസാരിക്കുന്നു. ഒരു വോട്ട് പോലും ചോർന്നു പോകാൻ യാതൊരു സാധ്യതയുമില്ല. പിന്നെ കുടിയേറ്റ മേഖലയിലെ കർഷകരുടെ വോട്ടുകൾ മുഴുവൻ കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആ കാര്യത്തിൽ എല്ലാവരുടെയും വോട്ട് കിട്ടാൻ ഉള്ള ഒരു ബുദ്ധിമുട്ടിനെ പറ്റി ഞാൻ പറഞ്ഞു. അതാണ് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചത്. അതായിരിക്കും നിങ്ങൾക്ക് അറിയേണ്ടത്. എന്നെ രാവിലെ 5:15 വന്ന് എഴുന്നേൽപ്പിച്ചതാണ്. ഞാൻ ഇന്നലെ എൻ്റെ മകള് വലിയൂർക്ക് തിരിച്ചു പോയിരുന്നു. പാലക്കാട് പോയിട്ട് രാത്രി 2 മണിക്കാണ് ഇവിടെ വന്നത്. ഏതായാലും സന്തോഷം. UDF-ലേക്ക് കുറച്ച് വോട്ട് പോകുമെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. ഭാരതീയ ജനതാ പാർട്ടി ഒറ്റ വോട്ടും പോകത്തില്ല. കാരണം ഭാരതീയ ജനതാ പാർട്ടി ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഇവിടെ വളരെ സജീവമായി. ഒറ്റ വോട്ടും പോകില്ല. താമര ചിഹ്നം കണ്ടാൽ വോട്ട് ചെയ്യാത്ത ഒരു ഭാരതീയ ജനതാ പാർട്ടിക്കാരനുമില്ല. താമര ചിഹ്നമാണ് എൻ്റെ ചിഹ്നം. അത് ഇന്ത്യയുടെ അഭിമാന ചിഹ്നമാണ്. വോട്ടുകൾ കൂടുതൽ കിട്ടുമെന്ന യാതൊരു തർക്കവുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ കുടിയേറ്റ മലയോര ഗ്രാമങ്ങളിൽ BJPക്ക് നല്ലൊരു ഉണർവ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് വോട്ടായി പ്രതിഫലിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഞാൻ വേറൊരു കാര്യം കൂടി ശ്രീ മലയമ്മയോട് പറഞ്ഞിരുന്നു. ആ കാര്യത്തിൽ ഉണ്ടായ ചില ബുദ്ധിമുട്ടുകൾ ഞാൻ പറഞ്ഞിരുന്നു. കാരണം കേരളത്തിലെ 139 MLA-മാരും MP-മാരും ഈവൻ പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ ഇങ്ങോട്ടുള്ളവർ ഓരോ വീടുകളിലും കയറി ഇറങ്ങാണ്. ഞങ്ങളുടെ പ്രവർത്തകരുടെ, എൻ്റെ സുഹൃത്തുക്കളുടെ, എൻ്റെ ബന്ധുക്കളുടെയും വീടുകൾ കയറി ഇറങ്ങാണ്. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം അവർ ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ അങ്ങനെ കുഴപ്പമുള്ളൂ. മുഴുവൻ BJPയുടെ പ്രവർത്തകരുടെയും വോട്ടുകൾ കിട്ടും. NDAയുടെ മുഴുവൻ പ്രവർത്തകരുടെയും കിട്ടും. BDJS-ന്റെ മുഴുവൻ പ്രവർത്തകരുടെയും വോട്ട് കിട്ടും. ആ കാര്യത്തിൽ യാതൊരു സംശയം. ഞാൻ BJP-കാരനാണല്ലോ. ഞാൻ ഉറച്ച BJP-കാരൻ. ഇനി അത് സംശയമൊന്നും ഇല്ല. 4 പഞ്ചായത്തുകളാണ് 1000-ലധികം ലീഡ് ലഭിച്ചത്. 4 പഞ്ചായത്ത്. ഈ 4 പഞ്ചായത്തിൽ 1000-ലധികം ലീഡ് ലഭിച്ചില്ലെങ്കിൽ അത് വല്ല കോൺഗ്രസിനോ CPM-നോ പോലെ സ്വാഭാവികമായ ആരോപണം വരും. അതായത് നാളെ മോഹൻ ജോർജ് കിട്ടുന്ന വോട്ടുകളായിരിക്കും നിലമ്പൂരിന്റെ റിസൾട്ട് അനലൈസ് ചെയ്തില്ല. പ്രത്യേകിച്ച് ക്രോസ് വോട്ടിംഗ് ആരോപണം BJPയുടെ നിർണായക ശക്തിയാകും. ആ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത് BJPയുടെ ഒരു ചുവടുറപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഞങ്ങൾ കേരളം മൊത്തം വ്യാപിക്കുന്നതിൻ്റെ ഒരു സൂചനയാണിത്. ഇത് മലയോര മേഖലയിൽ, കുടിയേറ്റ മേഖലയിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ കാണുന്ന കാര്യങ്ങൾ. 8 മണിക്ക് മുൻപ് ഒരിക്കൽ കൂടെ ചോദിക്കുകയാണ്, എത്ര വോട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്? ഞങ്ങൾ വിജയം പ്രതീക്ഷിക്കുന്നു. ഇനിയിപ്പോൾ അതാണല്ലോ പറയേണ്ടത്. ഞങ്ങൾ വിജയം പ്രതീക്ഷിക്കുന്നു. വിജയത്തിൽ കുറഞ്ഞൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പോൾ ഞങ്ങൾക്ക് ശക്തമായൊരു അടിത്തറയുണ്ട്. ഞങ്ങൾ വിജയം പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും. അനന്ത സംശയം. ഭാരതീയ ജനതാ പാർട്ടി നിലമ്പൂരിൽ വളരുകയാണല്ലോ. ഷായി സാറവാ. അപ്പോൾ പാർട്ടി വളരെ ശക്തമാണ്. ഷാജു ചെറിയാൻ സാർ, അദ്ദേഹം എൻ്റെ അയൽവാസിയാണ്. അങ്ങനെ വിലയിരുത്തുന്നല്ല കാര്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 2004 തെരഞ്ഞെടുപ്പിൽ മൂവാറ്റുപുഴയിൽ NDA സ്ഥാനാർത്ഥിയായിരുന്ന PC തോമസ് വിജയിക്കില്ല എന്ന് കണ്ടതാണ്. അത് മാറിയില്ലേ? അന്ന് അദ്ദേഹം ജയിച്ചില്ലേ? അതാണ് എൻ്റെ സത്യാവസ്ഥ. അങ്ങനത്തെ ഒരു കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. ഈ ക്രൈസ്തവ വോട്ടുകൾ മുഴുവൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയുള്ളത് അതാണ്. ഇന്നലെയും ഈ ചോദ്യമാണ് ചോദിച്ചത്. ക്രൈസ്തവ വോട്ടുകൾ മുഴുവൻ കിട്ടുമോ എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ മലയമ്മയോട് ആ കാര്യം പറഞ്ഞത്. അതിന് ഉള്ള ഒരു ബുദ്ധിമുട്ട് അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അതാണ് വിവേകാക്കിയത്. BJPയുടെ ഒരൊറ്റ വോട്ടും പോകില്ല. NDAയുടെ ഒരൊറ്റ വോട്ടും പോകില്ല. അത് മുഴുവൻ താമര ചിഹ്നത്തിൽ കിട്ടും. ആ കാര്യത്തിൽ യാതൊരു തർക്കവും എനിക്കില്ല. എല്ലാവരും സ്ഥാനാർത്ഥികളല്ലേ? ക്രൈസ്തവ വോട്ടുകൾ എല്ലാവർക്കും കൊടുക്കും. അത് ഞങ്ങൾക്കൊരു അതിനകത്തൊരു വലിയ വിഹിതം ഞങ്ങൾക്ക് കിട്ടേണ്ടതായിരുന്നു. അതിലുണ്ടായ ഒരു പ്രശ്നമാണ് ഞങ്ങൾ പറഞ്ഞത്. BJP സ്ഥാനാർത്ഥിയുടെ പ്രതികരണമാണ് കണ്ടത്. ക്രൈസ്തവ ന്യൂനപക്ഷ മേഖലകളിൽ വോട്ട് ലഭിക്കും എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ രാവിലെ ഞാനും പരാമർശിച്ചു. അതേ ചൊല്ലി വീണ്ടും അദ്ദേഹം അക്കാര്യത്തിൽ കുറെ കൂടി ക്ലാരിറ്റി വരുത്തുന്നു. ആ മേഖലയിലെ വോട്ടുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനാണ് താൻ അങ്ങനെ മറുപടി പറഞ്ഞത് എന്നാണ്. പക്ഷേ BJP സ്ഥാനാർത്ഥിയെ വേണോ എന്നത് 1, 2, 3, 4 ഘട്ടങ്ങളിലായി ആലോചിച്ചതിന് ശേഷമാണ് സ്ഥാനാർത്ഥി നിലമ്പൂരിൽ ഉണ്ടായത്. അത് എന്തുകൊണ്ടാണ്? മത്സരിക്കണമോ വേണ്ടയോ എന്ന ചിന്ത നേതൃത്വത്തിൽ ഉണ്ടായത് എന്തുകൊണ്ടാണ് തുടങ്ങിയ ചർച്ചകളൊക്കെ സ്വാഭാവികമായും ഈ തിരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ അതിന് ചൂടുപിടിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. BJP നേതൃത്വത്തിൽ അണികൾക്കിടയിൽ BJP ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 17,500 വോട്ടിന്റെ മെച്ചപ്പെട്ട പെർഫോമൻസ് കാണിച്ച മണ്ഡലമാണ് നിലമ്പൂർ മണ്ഡലം. 2021 പക്ഷേ 8,500 വോട്ട് മാത്രമാണ്. 2016 BDJS മത്സരിച്ചപ്പോൾ അന്ന് 12,284 വോട്ടും നിലമ്പൂർ മണ്ഡലത്തിൽ സമാഹരിക്കാൻ കഴിഞ്ഞിരുന്നു NDAക്ക്. അങ്ങനെ ഉള്ള ഒരു മണ്ഡലത്തിൽ ഇക്കുറി BJP കേരളത്തിൽ വളരുന്നു എന്ന് ആത്മവിശ്വാസം നേതാക്കൾ പ്രകടിപ്പിക്കുമ്പോൾ വികസന ഭാരതത്തിന് ഒപ്പമാണ് കേരളവും എന്ന് സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ പറയുമ്പോൾ എന്തുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയം വൈകി എന്ന ചോദ്യമൊക്കെയുണ്ട്.